കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ കേന്ദ്ര ഇടപെടൽ തേടി സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായി മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയെ കാണും. 800 ജീവനക്കാരെയാണ് അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ഈ മാസം 20-ന് കമ്പനിയുമായി വീണ്ടും ഒത്തുതീർപ്പ് ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട്. സജോ ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ, വെരി ഗുഡ് മോർണിംഗ്. സജോ, കോറോ ഹെൽത്തിലെ ജീവനക്കാരൊക്കെ പ്രതീക്ഷയിലാണ്. പക്ഷേ പ്രതീക്ഷയുടെ മുനയൊടിക്കുന്നതായിരുന്നു കഴിഞ്ഞ ചർച്ച. കമ്പനി പിരിച്ചുവിടലിൽ തന്നെ ന്യായീകരിച്ച് ഉറച്ചു നിന്നു. സർക്കാരാണെങ്കിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടോ എന്ന് ആലോചിക്കുന്നു. ഇനിയിപ്പോൾ കേന്ദ്ര തൊഴിൽ മന്ത്രിയെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ? കേന്ദ്ര സർക്കാരാണല്ലോ ഈ ലേബർ കോഡ് ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ സജു? ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. നിലവിലെ ലേബർ കോഡ് പ്രകാരം കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പക്ഷെ അതേസമയം മുൻകൂർ നോട്ടീസ് സർക്കാരിനെ അറിയിക്കുക എന്നീ കാര്യങ്ങളിലെ പിടിവള്ളി ലേബർ കോഡിൽ ഉണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ പൊതുവിൽ എന്തെങ്കിലും നേരത്തെ അവിടെ നിന്ന് പിരിച്ചുവിടപ്പെട്ട 800ഓളം ജീവനക്കാരുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയുമോ എന്നൊരാശങ്കയുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാരിനും ചില പരിമിതികളുണ്ട്. ബഹിരാഷ്ട്ര കമ്പനിയാണ്, ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. US ആസ്ഥാനമായുള്ള കോറോ ഹെൽത്ത് എന്ന മദർ കമ്പനിയുടെ ഭാഗമായുള്ളതാണ് ഇന്ത്യയിലെ കോറോ ഹെൽത്ത് ഇന്ത്യ എന്ന സ്ഥാപനം. അപ്പോൾ സംസ്ഥാന സർക്കാരിനും പരിമിതികളുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായ ബിന്ദു കൃഷ്ണ കേന്ദ്ര മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിരിക്കുന്നത്. ഇന്ന് ഒരുപക്ഷെ അനുമതി ലഭ്യമായാൽ ഈ കൂടിക്കാഴ്ച നടക്കും എന്നാണ് നമ്മൾ കരുതുന്ന ഒരു കാര്യം. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടി തേടുകയാണ്. നേരത്തെ ഒരു തവണ മന്ത്രിതല ചർച്ച കൊച്ചിയിൽ വെച്ചിട്ടാണ്. പക്ഷേ അതിൽ ഫലമൊന്നും ഉണ്ടായില്ല എന്ന് വെച്ചാൽ പരാജയപ്പെട്ടു എന്താണ് അതിന്റെ അർത്ഥം. അതായത് തിരികെ എടുക്കാൻ കഴിയുകയില്ല, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, പിരിച്ചുവിടൽ അനിവാര്യമായിരുന്നു തുടങ്ങിയ വാദങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. താൽക്കാലികമായെങ്കിലും സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല. അതായത് ജീവനക്കാർ പുറത്തു തന്നെ അതുവരെ തീരുമാനമാകും വരെ ഓഫീസിൽ തുടരാൻ എന്ന നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചത്. അതും നടപ്പായില്ല. ഇനിയിപ്പോൾ 20-ന് ചർച്ച വെച്ചിട്ടുണ്ട്. അന്ന് എന്തു ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിലെ പ്രപ്പോസൽ അറിയിക്കാനാണ് സംസ്ഥാന സർക്കാർ കോറോ ഹെൽത്തിന്റെ പ്രതിനിധികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതവർ നൽകുന്നില്ല എങ്കിൽ പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോയാലും എന്താണ് ഫലം എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് എന്നതാണ് അവിടെ നിൽക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇതിലൊരു സൊല്യൂഷനിലേക്ക് പോകണം. നേരത്തെ മുന്നോട്ട് വെച്ചത് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ അന്ന് എന്തെങ്കിലും ചർച്ച നടത്തിയില്ല. കമ്പനി പറഞ്ഞത് ആവശ്യമായി, അതായത് 3 മാസത്തെ ശമ്പളത്തുക ഇനത്തിലുള്ള നഷ്ടപരിഹാരം ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞൊരു കാര്യം. അപ്പോൾ നഷ്ടപരിഹാരം ചർച്ച ചെയ്യാതെ ഇവിടെ തന്നെ തുടരാൻ, ഈ ജീവനക്കാർക്ക് ജോലിയിൽ തുടരാനൊക്കെയുള്ള അവസരം നൽകാൻ കഴിയുമോ എന്നായിരുന്നു ആരാഞ്ഞിരുന്നത്. അത് സാധ്യമല്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. കമ്പനി എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ഫലത്തിൽ എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെക്കുമോ? ലേബർ കോഡിൽ ഇനി സാധ്യമായ, അതായത് ഈ മുൻകൂർ നോട്ടീസിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള പിടിവള്ളിയെ എങ്കിലും ആശ്രയിക്കാൻ കഴിയുമോ? ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ലഭ്യമാകുമോ എന്നീ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു കൂടിക്കാഴ്ചയ്ക്കായി അനുമതി തേടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് സൊല്യൂഷൻ ആയിരിക്കും അതിൽ നിന്ന് ഉരുത്തിരിയുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ പക്ഷേ പല വിദഗ്ധരും പറയുന്നത് ഈ മുൻകൂർ നോട്ടീസ് അടക്കമുള്ള പിടിവള്ളി അല്ലാതെ മറ്റ് സാധ്യതകൾ എന്ത് എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. അതിനുമപ്പുറത്ത് സംസ്ഥാനത്ത് ലേബർ കോഡിന്റെ ചട്ടങ്ങളിലൊക്കെ ഒരു അവ്യക്തത ഉള്ളതുകൊണ്ടുകൂടിയും അങ്ങനെ ചെയ്യാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നീക്കം തൊഴിൽ വകുപ്പ് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടത്താൻ പോകുന്നത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയാലും എന്താണ് സൊല്യൂഷൻ എന്നതും കാത്തിരുന്ന് കാണേണ്ടത്. 20-നകം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു ആലോചന നമ്മൾ നോക്കാം. ബിന്ദു കൃഷ്ണ ഡൽഹിയിലേക്ക് പോട്ടെ, കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഒന്ന് കണ്ടോട്ടെ. പക്ഷേ കേന്ദ്ര സർക്കാരാണ് ഈ ലേബർ കോഡ് ഈ അവസ്ഥയിലേക്കാക്കി വെച്ചത്. ആ കേന്ദ്ര സർക്കാരിന് ഈ കമ്പനിയോട് പറയാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ അവിടെ തുറക്കണം. കമ്പനി അവസാനിപ്പിച്ചു പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറെ ഖേദകരമാണ്. വലിയ പ്രതീക്ഷയൊന്നും പ്രിയപ്പെട്ട ജീവനക്കാരെ വേണ്ട. എങ്കിലും നമ്മളൊന്ന് ശ്രമിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. അതിൽ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുമ്പോഴാണ് നമ്മൾക്ക് പെട്ടെന്ന് നിരാശയുണ്ടാവുന്നത്. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു ഇടപെടൽ, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇടപെടൽ കമ്പനിയെ ഒന്ന് നമുക്ക് അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇതിൽ പാതി ആൾക്കാരെയെങ്കിലും തിരിച്ച് തൊഴിലിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചാൽ അത്രയെങ്കിലും ആയല്ലോ എന്നുള്ളതാണ്. കമ്പനി പറയുന്നത് ഞങ്ങളിത് അവസാനിപ്പിച്ചു, ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു, അതുകൊണ്ട് കമ്പനി ഇത് അവസാനിപ്പിക്കുന്നു. എവിടെ? കമ്പനി വലിയ ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. ഇത് ഇവിടുത്തെ ജീവനക്കാരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് 12-13 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും ചെറുപ്പക്കാരായിട്ടുള്ള തൊഴിലാളികൾ പ്രതികരിക്കില്ലേ? ആ മനുഷ്യരെ പിരിച്ചുവിട്ടിട്ട് അവിടെ കമ്പനി പൂട്ടിയിട്ട് അങ്ങ് പോയാൽ കാര്യം നടക്കൂ. ഇതിന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി പറിച്ചു നൽകുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് അബ്സല്യൂട്ട് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്, ചൂഷണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 20-ാം തീയതി കമ്പനിയുമായി വീണ്ടും ഒരു ഒത്തുതീർപ്പ് ചർച്ചയുണ്ട്. എന്തെങ്കിലും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.